അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചു വന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇൻഫോ പാർക്ക് പോലീസ്. ഇതിൽ ചില പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. ഉണ്ണി മുകുന്ദൻ കർണത്തടിച്ചു, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് FIR-ൽ സൂചിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് സിനിമാ സംഘടനയായ FEFCAയ്ക്ക് പരാതി നൽകിയിരുന്നു വിപിൻ കുമാർ. അതോടൊപ്പം തന്നെ അമ്മ സംഘടനയ്ക്കും പരാതി നൽകി എന്നുള്ളതാണ് ലഭിക്കുന്ന ചില പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത്. വിനയരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, എന്താണ് ഇപ്പോൾ ഈ ഒരു പരാതിയിൽ, ഈ ഒരു FIR-ൽ സൂചിപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഇനി ഈ ഒരു വിപിൻ കുമാറിന്റെ, ഈ മാനേജർ വിപിൻ കുമാറിന്റെ നീക്കം? കഴിഞ്ഞ 6 വർഷമായി വിപിൻ കുമാർ ഉണ്ണി മുകുന്ദന്റെ മാനേജറായി തന്നെ പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് മാനേജർ നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ FIR-ൽ പ്രധാനമായും വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചുവെന്നാണ് വിപിൻ കുമാർ നൽകിയിരിക്കുന്ന പരാതി. തുടർന്ന് ഈ തന്നെ താഴേക്ക് വിളിച്ചു വരുത്തി തന്നെ മർദ്ദിച്ചുവെന്നാണ് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടൊവിനോയുടെ പുതിയ ചിത്രമായിട്ടുള്ള നരിവേട്ട എന്ന ചിത്രം പുറത്തിറങ്ങിയിരുന്നു. അതിനെ പ്രശംസിച്ചു ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് വിപിന് പോലീസിന് നൽകിയ പരാതിയിലടക്കം തന്നെ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്നാണ് വിപിൻ പറയുന്നത്. തന്റെ ഫ്ളാറ്റിൽ വരികയും പിന്നീട് പാർക്കിംഗ് ഏരിയയ്ക്ക് തന്നെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം തന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഈ വിപിൻ ആരോപിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ ഉണ്ണി മുകുന്ദന്റെ ഈ മാർക്കോ സിനിമയ്ക്ക് ശേഷം പല സിനിമകളും ഉണ്ണി മുകുന്ദന്റെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. സിനിമകളൊന്നും തന്നെ നേരെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ തന്നെ കഴിഞ്ഞ കുറെ കാലമായി ഉണ്ണി മുകുന്ദൻ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ തന്നെ ഈ മാനേജറോടും മറ്റുമാണ് തീർക്കുന്നത് എന്നടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ സംവിധാനം ചെയ്തിരുന്ന പടത്തിൽ നിന്നെല്ലാം തന്നെ ഗോകുലം മൂവീസ് അടക്കം തന്നെ പിന്മാറി കൂടെ ഉണ്ടായവരോടാണ് ഉണ്ണി മുകുന്ദൻ ഈ ഫ്രസ്ട്രേഷൻസ് അടക്കം തീർക്കുന്നതെന്നാണ് മാനേജർ ഇപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 18 വർഷമായി സിനിമ ഫീൽഡിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പല സിനിമകൾക്ക് വേണ്ടിയും താൻ ജോലി ചെയ്തിട്ടുണ്ട്. സിനിമാ സംഘടനകൾക്കും അടക്കം തന്നെ ഉണ്ണി മുകുന്ദനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നടക്കം വിപിൻ വ്യക്തമാക്കുന്നുണ്ട്. അമ്മയ്ക്കും FEFCAയ്ക്ക് അടക്കം തന്നെ ഉണ്ണി മുകുന്ദനെ എതിരെ പരാതി ഈ സംഘടനകൾക്കടക്കം നൽകിയിട്ടുണ്ട് എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മാനേജറുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റു തുടർ നടപടികളടക്കം തന്നെ പോലീസ് സ്വീകരിക്കും. കാളിദാസ്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.